നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം അത്ര പെട്ടെന്ന് അത് മറക്കില്ല എം വി ഗോവിന്ദ. ഇക്കഴിഞ്ഞ മാസം 20-ാം തീയതി മലയാലപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി അടച്ചിട്ട മുറിയിലിരുന്ന് അന്ന് മഞ്ജുഷയോട് എന്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്? നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിത മരണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രമല്ല മുഴുവൻ ആളുകളെയും ദുഃഖത്തിലാഴ്ത്തി. ഈ മരണം നടക്കുമ്പോൾ PBയുമായി ബന്ധപ്പെട്ട് ഞാൻ ദില്ലിയിലായിരുന്നു. അവിടെ നിന്നാണ് സംഭവങ്ങൾ അറിയുന്നത്. കുടുംബം വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് തിരിച്ചെത്തിയ ഉടൻ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ എത്തിയത്. നവീൻ ബാബുവിൻ്റെ ഭാര്യയോടും മക്കളോടുമൊക്കെ ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സർവ്വവും നഷ്ടമായ അവർക്ക് നിയമപരിരക്ഷ വേണം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാണ് കുടുംബം എന്നോട് ആവശ്യപ്പെട്ടത്. ഞാനത് അവർക്ക് വാക്കുകൊടുത്തു. എല്ലാ അർത്ഥത്തിലും പാർട്ടി അവർ അഭിമുഖീകരിക്കുന്ന വേദനയ്ക്കൊപ്പമാണ്. ഇക്കാര്യങ്ങളിൽ പാർട്ടി 2 തലത്തിലാണ് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. അത് തീർത്തും തെറ്റാണ്. ഞങ്ങൾ കുടുംബത്തിനൊപ്പം. പത്തനംതിട്ടയിലെ പാർട്ടിയെന്നോ കേരളത്തിലെ CPM പാർട്ടിയെന്നോ വേർതിരിവില്ല. CPM പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. ദിവ്യക്കെതിരെ സംഘടനാപരമായ നടപടികളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനും എം വി ഗോവിന്ദൻ അന്ന് മറുപടി പറഞ്ഞു. അത് പാർട്ടിക്കുള്ളിലെടുക്കുന്ന നയപരമായ തീരുമാനമാണ്. അതേ എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏറ്റവും മ്ലേച്ഛമായ വാക്കുകൾ. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ യഥാർത്ഥ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു CBI അന്വേഷണം വേണം. അതാവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ച വേളയിലാണ് എം വി ഗോവിന്ദൻ്റെ ഏറ്റവും മോശമായ ഈ വാക്കുകൾ. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പ്രസ്താവന ഇറക്കിയത്. തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ശക്തമായ വാക്കുകളിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു, CBI അന്വേഷണം ഇന്നും വേണ്ട, നാളെയും വേണ്ട, മറ്റന്നാളും വേണ്ട. CBI ആണ് എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇന്നലെയും അത് അംഗീകരിച്ചിട്ടില്ല, നാളെയും അത് അംഗീകരിക്കില്ല. CPMനൊരു നിലപാടുണ്ട്. CBI കൂട്ടിലടച്ച തത്തയാണ്. കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത് അത് ചെയ്യുന്ന കൂട്ടിലടച്ച തത്ത മാത്രമാണ് CBI. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ച് ഹർജി നൽകിയത് ഒരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ ആ കേസിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നാണ്. കേസ് അന്വേഷിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസറും പിന്നീട് നിലവിൽ വന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രഹസനമായിരുന്നുവെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയോട് പറഞ്ഞത്. CBI അന്വേഷണം ആവശ്യമുണ്ടോ എന്ന് തിരക്കി തൊട്ടു പിന്നാലെ ഹൈക്കോടതി സർക്കാരിനോടും CBIയോടും നിലപാട് തേടി. സർക്കാർ നിലപാടെടുക്കാൻ ഒരുങ്ങവെയാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് CBI അന്വേഷണം വേണ്ടെന്ന്. ഇത് സർക്കാർ നിലപാടിനെ സ്വാധീനിക്കില്ലേ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നു. കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം, അതും പാർട്ടിയുമായി ബന്ധപ്പെട്ടത്. ഇവിടെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ ഒരു വനിതാ നേതാവാണ്. അവർക്ക് സംരക്ഷണ കവചമൊരുക്കുന്നത് കണ്ണൂർ ലോബി മാത്രമല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ. അവിടെയാണ് ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത്. എം വി ഗോവിന്ദൻ മാത്രമല്ല, മറ്റു പലരും ഒരു CBI അന്വേഷണം ഭയക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വരുന്നത്. CBI കേന്ദ്ര സർക്കാർ കൂട്ടിലടച്ച തത്തയാണെങ്കിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം AKG സെൻറ്റർ കൂട്ടിലടച്ച കോഴിയാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു. ആ പരിഹാസത്തിൽ വസ്തുതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തുനിന്ന ആ മഞ്ജുഷയുടെ രാഷ്ട്രീയ മര്യാദയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിലായിരുന്നു എങ്കിൽ ചേലക്കരയിൽ പോലും നിങ്ങൾ പൊട്ടിപ്പാളീസായേനെ. കേരളത്തിലെ ജനങ്ങൾ അത്രയേറെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ യഥാർത്ഥ കൊലയാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സർക്കാരിനും പാർട്ടിക്കുമൊക്കെ മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് CBI അന്വേഷണം ഭയപ്പെടുന്നത്? CBI അന്വേഷിക്കാൻ എത്തുന്നത് സ്വന്തം പാർട്ടി ക്രിമിനലുകൾക്കെതിരെയാണ്, അവരുടെ ബിനാമി ഇടപാടുകൾക്കെതിരെയാണ്. കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള വ്യാജ ബിനാമി പെട്രോൾ പമ്പ് ഇടപാടുകൾക്കെതിരെയാണ്. അതിലപ്പുറം ക്വാറി മാഫിയയും മണ്ണ് മാഫിയയും ഒക്കെ കളിച്ച ADMന്റെ ശത്രുനിരക്കെതിരെയാണ് CBI അന്വേഷണവുമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്കോട്ടകൾ ഇപ്പോൾ പേടിച്ചു വിറയ്ക്കുന്നു. എം വി ഗോവിന്ദൻ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലായിരുന്നു ഇത്തരമൊരു ദുരന്തമുണ്ടായത് എങ്കിൽ CBI എത്തുന്നതിനെ നിങ്ങൾ എതിർക്കുമായിരുന്നോ? നീതിയേക്കാൾ വലുതല്ല എം വി ഗോവിന്ദ കസേര. അതുകൊണ്ട് തന്നെ CBI പേടി നിങ്ങൾക്ക് ആപത്താണ്. ഇപ്പോൾ CBIക്കെതിരെ വാളോങ്ങുന്ന എം വി ഗോവിന്ദൻ ഒന്നോർക്കുക,
നിങ്ങൾ നിങ്ങളുടെ തന്നെ പാർട്ടിക്കാണ് ഇപ്പോൾ തീയിട്ടിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI എത്തണമെന്ന മഞ്ജുഷയുടെ ആവശ്യം നിരാകരിച്ചതിലൂടെ ഇപ്പോൾ CPMന്റെ ഇരട്ടമുഖമാണ് പുറത്തുവരുന്നത്. CPM തുടക്കം മുതൽ മറച്ചുവെക്കാൻ ശ്രമിച്ച ഇരട്ടമുഖം. CBI അന്വേഷണത്തിൽ സർക്കാർ ഹൈക്കോടതിക്ക് മുന്നിൽ നിലപാട് വ്യക്തമാക്കേണ്ട സമയം. ഹൈക്കോടതി തീരുമാനം പിന്നാലെ എത്തും. ഇത്തരമൊരു ഘട്ടത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നയം വ്യക്തമാക്കിയതിലൂടെ സർക്കാർ നിലപാട് സംബന്ധിച്ച കൃത്യമായ സൂചനയാണ് പുറത്തുവരുന്നത്. ഒരുപക്ഷെ CBI അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചാൽ മറ്റു വലിയ മുതിർന്ന വക്കീലന്മാരെ അണിനിരത്തി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നു. അത്രയേറെ കലിപ്പിലാണ് MV ഗോവിന്ദനും കൂട്ടരും. ഈ കലിപ്പ് പേടിയുടെ മറ്റൊരു പ്രതിഫലനമാണ് എന്ന് വ്യക്തം. കേന്ദ്ര ഏജൻസി എന്ന നിലയിൽ CBIയോടുള്ള രാഷ്ട്രീയ നിലപാടെന്ന തരത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ വ്യാഖ്യാനിച്ചത്. എന്നാൽ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ കേസ് CBIയെ വിളിച്ച് കയ്യിൽ വെച്ച് ഏൽപ്പിച്ചു കൊടുത്തത് ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുമ്പോൾ എന്തു മറുപടിയാണ് MV ഗോവിന്ദന് പറയാനുള്ളത്? കേന്ദ്ര ഏജൻസിക്ക് കേസ് കൈമാറുന്നതിൽ സർക്കാരിന് വിയോജിപ്പില്ല എന്ന് സമ്മതിച്ചാൽ പോലീസ് അന്വേഷണം പരാജയമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് തുല്യമാകുമെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പൊടി നമ്പറുകളാണ് എന്ന് കൃത്യമായി അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കറിയാം. MV ഗോവിന്ദനും കൂട്ടരും ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള തിരക്കിലാണ് എന്ന് വ്യക്തം. യഥാർത്ഥ മാഫിയകളെ എത്ര കാലം നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ AKG സെന്ററിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയും? PP ദിവ്യയെ ഒളിപ്പിച്ചു വെച്ചതുപോലെ കുറെ കഴിയുമ്പോൾ പോലീസിന് മുന്നിൽ അവരെയൊക്കെ എറിഞ്ഞിട്ട് കൊടുക്കേണ്ടേ? പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടമാക്കി നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിക്കുമെന്ന് CPM ഒരിക്കൽ പോലും കരുതിയില്ല. അതിനു മുൻപ് നവീൻ ബാബുവിൻ്റേതൊരു ആത്മഹത്യയെന്ന് കുടുംബത്തെ ധരിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു പാർട്ടിയും ഭരണകൂടവുമൊക്കെ. അതിലവർ പൂർണ്ണമായി പരാജയപ്പെട്ടു. PP ദിവ്യ എന്ന ആരോപണ വിധേയയെ ചുമതലകളിൽ നിന്ന് നീക്കുകയും സംഘടനാപരമായി തരം താഴ്ത്തുകയും ചെയ്തതിലൂടെ പരമാവധി ശിക്ഷ നൽകി എന്ന് കുടുംബത്തെ ബോധവൽക്കരിക്കാൻ ചില ശ്രമങ്ങൾ നടന്നു. തുടക്കം മുതൽ നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി കൈക്കൊള്ളുന്ന നിലപാടുകളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. കണ്ണൂർ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളുടെ പ്രസ്താവനകളാണ് അതിനാദ്യം അടിവരയിട്ടത്. ഇത്തരം ഘട്ടങ്ങളിൽ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുകയും പാർട്ടി സംവിധാനം അപ്പാടെ ആ നിലപാട് ഏറ്റെടുക്കുകയുമാണ് CPM ശൈലി. അതിന് വിരുദ്ധമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സമീപനം. എന്നാൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി PP ദിവ്യയ്ക്കും മാഫിയയ്ക്കും ഒപ്പം നിൽക്കുന്ന കാഴ്ച അത് നമ്മെ ഏറെ വേദനിപ്പിച്ചു. ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ജയിലിലേക്ക് CPM നേതാക്കൾ ഒഴുകിയെത്തുന്ന കാഴ്ച കേരളം കണ്ടതാണ്. അവിടെ കണ്ണൂർ ലോബിയുടെ തനിനിറം മാത്രമല്ല CPMന്റെ ഔദ്യോഗിക നിലപാട് തന്നെയാണ് പ്രകടമായതും. ഏതു വിധേനയും ഈ കേസ് അട്ടിമറിക്കാൻ പാർട്ടി ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവും പുറത്തുവരുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളെ ശക്തമായി എതിർത്തിരുന്ന CITU സംസ്ഥാന കമ്മിറ്റി അംഗം മലയാലപ്പുഴ മോഹനെ അത്ര പെട്ടെന്ന് നമ്മൾ മറക്കില്ല. ബുധനാഴ്ച രാവിലെ CBI അന്വേഷണം വേണം എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. എന്നാൽ വൈകിട്ട് മലയാലപ്പുഴ മോഹൻ തന്റെ നിലപാട് മാറ്റിക്കളഞ്ഞു. സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മലയാലപ്പുഴ മോഹൻ പിന്നീട് തിരുത്തി. പോലീസ് അന്വേഷണത്തിൽ സംശയമുന്നയിക്കുന്ന കുടുംബത്തെ കുറ്റപ്പെടുത്താനാകില്ല എങ്കിലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അനുകൂല നിലപാട് സർക്കാർ എടുക്കുമെന്ന് കരുതുമെന്നായിരുന്നു മോഹൻ രാവിലെ പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CBI അന്വേഷണം തള്ളിക്കളഞ്ഞതോടെ മലയാലപ്പുഴ മോഹനും തന്റെ നിലപാട് മാറ്റി. മലയാലപ്പുഴ മോഹനെ ഭയപ്പെടുത്തി നിലപാട് മാറ്റിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പൊതുവെ കരുതപ്പെടുന്നത്. വൈകുന്നേരം മലയാലപ്പുഴ മോഹൻ പറയുന്നു സിറ്റിംഗ് ജഡ്ജി അന്വേഷിച്ചാൽ മതിയെന്ന്. ഇങ്ങനെയാണ് CPM ശൈലി. ശത്രുക്കളെ എതിർത്തും വെട്ടിയും തകർത്തുമൊക്കെ അവരുടെ മനോവീര്യം തകർക്കുന്ന ശൈലി. വിമർശിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഇന്നോവയാണ് എന്ന് മലയാളപ്പുഴ മോഹനും അറിയാമല്ലോ. ചങ്ക് പൊട്ടുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി CBI അന്വേഷണത്തെ തകിടം മറിക്കുന്നു. എന്താത്മാർത്ഥതയാണ് നിങ്ങളുടെയൊക്കെ വാക്കുകളിൽ. ഈ പാർട്ടിയെ പച്ചയ്ക്ക് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് MV ഗോവിന്ദന് മാത്രം മനസ്സിലാകുന്നില്ലല്ലോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.